സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മനുഷ്യജീവന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പ്രോലൈഫ് പ്രവർത്തകരുടെ മഹനീയ സേവനം മാതൃകാപരമെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മനുഷ്യജീവനെതിരായി വിവിധ മേഖലകളിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ അതിനെതിരെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും മനുഷ്യ മനസാക്ഷിയെ ഉണർത്തുവാനും പ്രോലൈഫ് അപ്പസ്തോലറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുവെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ച് ഫോർ ലൈഫിന് തൃശൂരിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പിതാവ്. പാവപ്പെട്ടവനിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിക്കാൻ കഴിയണമെന്ന് ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി അഭിഷിക്തനായ ആന്റണി വാലുങ്കലിന് KLCA വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ നൽകിയ പൗരസ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. എറണാകുളം ESSS ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ മന്ത്രി P. രാജീവ് മുഖ്യ അതിഥിയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നന്മയ്ക്കുള്ളതിനാണെന്നും ദൈവത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് ഉയർച്ചകൾ ഉണ്ടാവുകയെന്നും പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ബോധിപ്പിച്ചു. വടക്കാഞ്ചേരി ലൂർദ് മാതാ ഫൊറോന ഇടവകയിൽ ഇടവക സന്ദർശനത്തിനെത്തിയ ബിഷപ്പ് ദിവ്യബലി അർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടികർമ്മങ്ങളിൽ ഏറ്റവും മഹത്തരമായ സൃഷ്ടിയാണ് മനുഷ്യനെന്നും ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിലൂടെ മാത്രമേ ഈ മഹത്വത്തെ ഉത്തേജിപ്പിക്കാനാകൂ എന്നും ബിഷപ്പ് പറഞ്ഞു. നവോത്ഥാന കേരളത്തിന് ക്രിസ്തീയ സഭ നൽകിയ സംഭാവനയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതിയതായി ആരംഭിക്കുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ ചെയർമാൻ എബി ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഭരണ രാഷ്ട്രീയ സംവിധാനങ്ങൾ കുട്ടനാടിനെ അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യക്ഷ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത. പരമ്പരാഗത കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, നെല്ലിന്റെ വില വൈകൽ, ശുദ്ധജലക്ഷാമം, പശ്ചാത്തല മേഖലയിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ കുട്ടനാട്ടിൽ നിലനിൽക്കുമ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ നിസ്സംഗത പുലർത്തിയാൽ കുട്ടനാട്ടിൽ കത്തോലിക്ക കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. വെളിയനാട് സെന്റ് സേവിയേഴ്സ് യൂണിറ്റിൽ സംഘടിപ്പിച്ച എവേക് 24 യൂണിറ്റ് ശാക്തീകരണ പരിപാടിയിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്. വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന്റെ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി അൽഫോൺസ ഷെറൈനിൽ ഇന്നലെ ഉദ്യോഗസ്ഥ തല യോഗം ചേർന്നു. മാണി C. കാപ്പൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലാ അൽഫോൺസ ഷെറൈൻ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ, ഇടവക പള്ളി വികാരി ഫാദർ സക്രിയാസ് ആട്ടപ്പാട്ട്, തീർത്ഥാടന കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ, വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര, സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ മാർട്ടിൻ കല്ലറയ്ക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗതാഗത ക്രമീകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെയും സുരക്ഷിതത്വം, ശുദ്ധജലത്തിന്റെ ലഭ്യത, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ വിലയിരുത്തൽ നടത്തി. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന റവറർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന് തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയത്തിൽ 13-ന് ആദരം നൽകും. രാവിലെ 9-ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയും ഇടവക സമൂഹവും ചേർന്ന് സ്വീകരിക്കുകയും തുടർന്ന് ജൂബിലിയറിൻ കൃതജ്ഞതാബലി അർപ്പിക്കുകയും ചെയ്യും. പിന്നീട് പാരിഷ് ഹാളിൽ വികാരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുമോദന യോഗത്തിൽ പ്രമുഖ സാംസ്കാരിക ആധ്യാത്മിക നേതാക്കൾ പങ്കെടുക്കും. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോട്ടയം ഓണന്തുരുത്ത് സ്വദേശിയും ചങ്ങനാശ്ശേരി അതിരൂപത മണ്ണാർക്കുന്ന് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക അംഗവുമായ സോജൻ ജോസഫിനെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, സഹായമെത്രാൻ ബിഷപ്പ് മാർ തോമസ് തറയിൽ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. ജോലിക്കൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും തൽപരനായ അദ്ദേഹത്തിന്റെ നേട്ടം ചരിത്രപരവും മാതൃകാപരവും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനം നൽകുന്നതുമാണെന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സോജൻ ജോസഫിന് സാധിക്കട്ടെ എന്ന് അതിരൂപത വാർത്താക്കുറിപ്പിൽ ആശംസിച്ചു. പ്രകൃതി ഭംഗിയിൽ ശ്രദ്ധേയമായ ഹൈറേഞ്ചിന്റെ സൗന്ദര്യം ആവോളം അനുഭവിച്ച് KCYM പരിസ്ഥിതി പഠന ശിബിരം കാനൈൻ 2024 ഇടുക്കിയിൽ നടന്നു. കേരളത്തിലെ 30ഓളം രൂപതകളിൽ നിന്നായി 15ഓളം പ്രവർത്തകർ പങ്കെടുത്തു. നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെന്ററിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മുൻ KCYM പ്രസിഡന്റും ഇപ്പോൾ AKCC കോതമംഗലം രൂപതാ പ്രസിഡന്റുമായ ശ്രീ സണ്ണി കടുകത്താഴെ
പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിലും AKCC ഇടുക്കി രൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ ഇടുക്കിയുടെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിലും ഇടുക്കി രൂപത മീഡിയൻ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജീൻസ് കാരക്കാട്ട് ഹൈറേഞ്ചും കർഷക പോരാട്ടങ്ങളും എന്ന വിഷയത്തിലും ക്ലാസുകൾ നയിച്ചു. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ദർശനവും ദിശാബോധവും വിദ്യാഭ്യാസത്തിന്റെ കരുത്തെന്ന് കാതലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത വെണ്ണിക്കുളം സെന്റ് ബെഹന്നാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് രജനി ജോയ്, പ്രോഗ്രാം കൺവീനർ റീന ആൻഡ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു. SSLC, +2 വിഭാഗങ്ങളിലായി 57 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. സെന്റ് തോമസ് ദിനത്തോടനുബന്ധിച്ച് അതിരൂപത യുവദീപ്തി SMYMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 18ാമത് നിരണം തീർത്ഥാടനം ഭക്തി നിർഭരമായി. കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയെ തുടർന്ന് വികാരി റവറൻഡ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. കത്തിച്ച തിരി അതിരൂപത പ്രസിഡന്റ് ജോയൽ ജോൺ റോയ്ക്കും യുവദീപ്തി പതാക ഡെപ്യൂട്ടി പ്രസിഡന്റ് ലിൻഡ ജോഷിക്കും കത്തീഡ്രൽ വികാരി കൈമാറിക്കൊണ്ടാണ് തീർത്ഥാടനം ആരംഭിച്ചത്. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് KCYM മണ്ണാർക്കാട് ഫൊറോന സമിതി സംഘടിപ്പിച്ച യുവജനദിന ദീപശിഖ പ്രയാണം കുമരംപുത്തൂർ ലൂർദ് മാതാ പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. തുടർന്ന് ഫൊറോനയിലെ ഇടവകളിൽ എത്തിച്ചേർന്ന പ്രയാണം ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവകയിൽ സമാപിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ ലിവിൻ ചുങ്കത്ത്, കുമരംപുത്തൂർ ലൂർദ് മാതാ ഇടവക പള്ളി വികാരി ഫാദർ ജോമി തേക്കുംകാട്ടിൽ, ഭാരവാഹികളായ സാജോ ജോർജ്, ജസ്മിൻ തെരേസ്, ബോൺസൺ കണ്ടമംഗലം, ലിജി കണ്ടമംഗലം, വിമിൽ ബിജു, അലക്സൻ ബിനു എന്നിവർ നേതൃത്വം നൽകി. അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഇടവകയിൽ സെന്റ് തോമസ് ദിനാഘോഷവും ഫെമിലിയ 2024 പ്രവർത്തന വർഷോദ്ഘാടനവും നടന്നു. ശ്രീ ജോൺ ചക്കിമംഗലവും കുടുംബവും ഉദ്ഘാടനം നിർവഹിച്ച പൊതുസമ്മേളനത്തിന് ഇടവക വികാരി ഫാദർ സെബിൻ ഐക്യരത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. ഇടവകയിൽ നിന്ന് കഴിഞ്ഞ വർഷം A+ കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. KCYL രാജപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുവജന ദിനാഘോഷവും ഫ്രഞ്ച് സർക്കാരിന്റെ മേരി ക്യൂറി റിസർച്ച് ഫെലോഷിപ്പിന് അർഹനായ മുൻ യൂണിറ്റ് സെക്രട്ടറി ജസ്വിൻ ജിജി കിഴക്കേപ്പുറത്തിന് അനുമോദനവും സംഘടിപ്പിച്ചു. രാജപുരം ഫൊറോന വികാരി ഫാദർ ജോസ് അരിച്ചിറ ഉദ്ഘാടനം ചെയ്തു. നവാഗത അംഗങ്ങളെ സിസ്റ്റർ റെജീന SM-ന്റെ നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തു. അതിരൂപത ജോയിന്റ് സെക്രട്ടറി അലൻ കാട്ടാമല സംഘടനാ ക്ലാസ് നയിച്ചു. ഇലഞ്ഞി മേഖലാ മാതൃവേദി സംഗമവും സെമിനാറും മേഖലാ പ്രസിഡന്റ് ശ്രീമതി മെഴ്സി മാണിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ കാക്കൂർ സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളി വികാരി റവറൻഡ് ഫാദർ അബ്രഹാം കുളമാക്കൽ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ആൻസി ചെന്നൈക്കുടി SABS സെമിനാറിന് നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സോഫി കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി റാണി ജോസഫ്, യൂണിറ്റ് ഭാരവാഹികളായ ലൂസി ജോസഫ്, മിനി ബെന്നി, മെജോമോൾ ജോബി, ലിസി ജോസഫ്, ജെൻസി ജോസ്, ജിജ ജിബി എന്നിവർ സംസാരിച്ചു. വയനാട് നടവയിൽ സെന്റ് ആൻസ് കോൺവെന്റ് സന്യസ്തരും ആശുപത്രിയും കാട്ടാനയുടെ ഭീഷണിയിൽ. ഇന്നും ഇന്നലെയുമായി വൈകിട്ടായാൽ കാട്ടാനകൾ കുട്ടിയാനകളുമായി കോൺവെന്റിന്റെ ചുറ്റുമുള്ള മുള്ളുവേലികൾ തകർത്ത് കോൺവെന്റിലേക്ക് പ്രവേശിച്ച് വിളവുകളെല്ലാം നശിപ്പിക്കുന്നതിനാൽ സന്യസ്തർക്ക് 50 മീറ്റർ അകലെയുള്ള തൊട്ടടുത്ത ആശുപത്രിയിൽ പോയി രോഗികൾക്ക് ആവശ്യമായ സേവനം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും തൊട്ടടുത്ത മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ അനുദിന ശുശ്രൂഷകളിൽ പോലും ജീവനെ പേടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നും ആതുര ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്തരായ ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് ഉടനടി നടപടി കൈക്കൊള്ളണമെന്ന് സിസ്റ്റർ മേരി ജോസഫ് SAL അറിയിച്ചു. ഒറ്റപ്പാലം വീട്ടാൻപാറ സെന്റ് ജോസഫ് കോൺവെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന PTA മീറ്റിംഗിനോടനുബന്ധിച്ച് പാലക്കാട് രൂപതയുടെ ഔദ്യോഗിക സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ PSSP എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ കോലാങ്ങണ്ണി മുഖ്യ അതിഥിയാവുകയും രാസലഹരിയെക്കുറിച്ചും ഹാപ്പി പാരന്റിങ്ങിനെ കുറിച്ചും സെമിനാർ നയിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ ഷാനവാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാന അധ്യാപിക സിസ്റ്റർ ജോമരിയ നന്ദി അർപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പരിപാടികൾ അവതരിപ്പിച്ച ചടങ്ങിൽ സിസ്റ്റർ ന്യൂമാറോസ്, കോർഡിനേറ്റർ ബാബു പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക അനധ്യാപകർക്കായി ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോളി ഫാമിലി LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് പങ്കെടുത്തത്. ന്യൂമാൻ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സജി മാത്യു, പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു.
കത്തോലിക്ക കോൺഗ്രസ് കൂടിയാൻമല യൂണിറ്റിന്റെയും കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രേസ്യാമസ് നേത്രവിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിരരോഗ നിർണയവും ക്യാമ്പും കത്തോലിക്ക കോൺഗ്രസ് ഫൊറോന ഡയറക്ടർ ഫാദർ പോൾ വള്ളോപ്പിള്ളി ഉദ്ഘാടനം ചെയ്യുന്നു. ഫൊറോന പ്രസിഡന്റ് ബിജു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപത ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം, അതിരൂപത സെക്രട്ടറി സിജോ കണ്ണെഴുത്ത്, സാലി മുണ്ടാമ്പള്ളി, ബിജു കാരിക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.